ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൂണിഗൻ സോറോയും കൊണ്ടൊരു ഡ്രൈവ് പോവുകയാണ്. ഒരു ചെറിയ ഡ്രൈവാണ്, നമ്മൾ ഒത്തിരി ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ അസ്ത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു സെഡ് ഓൺ കൂടെ ഉണ്ട്, അത് ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ബ്ലോക്കും കൊണ്ട് വേറൊരു ദിവസം നമുക്ക് ഡ്രൈവ് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്, നമുക്ക് നേരെ ഡ്രൈവ് ചെയ്യാം. ക്യാബിൻ വെച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ സത്ത അവിടെ കിടന്ന് കൂവുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം. ഇനി നമുക്ക് നേരെ പോയൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പെട്രോൾ അടിച്ചേച്ച് മാത്രമേ നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വണ്ടിയിൽ പെട്രോളില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ വണ്ടി നമ്മുടെ കോൺസെപ്റ്റിൽ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പ് നമ്മൾ വെനമസ് ബസ്സൊക്കെ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ബസ്സല്ല, നമ്മൾ ഡ്രൈവറായിട്ട് പോയെന്നേ ഉള്ളതിനകത്ത്. ഇതെന്ന് പറഞ്ഞാൽ ടീം ഹൂണിഗൻ്റെ, അതായത് നമ്മുടെ ടീമിൻ്റെ കോൺസെപ്റ്റിൽ എടുത്ത രണ്ട് വണ്ടിയാണ്, ബ്ലോക്കും സോറോയും. നമ്മൾ ഇനി തൊട്ട് അതിനകത്താണ് നമ്മൾ വീഡിയോസൊക്കെ ഇനി ഇടുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് പോകാം. നമ്മൾ പെട്രോൾ പമ്പ് തപ്പി വന്ന് ഇവിടെ ഒരു റെയിൽവേ പാളമുണ്ട്. ഓക്കെ ഗൈസ്, അതൊക്കെ കടന്ന് ഗൈസ് ഇവിടെ സൈഡിലൊരു പെട്രോൾ പമ്പ് കടന്നുണ്ട്. എന്നാലും നമുക്കിനി അങ്ങോട്ടേക്ക് കയറ്റാം. ഗൈസ് പതുക്കെ നമുക്ക് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയേച്ച് നമുക്ക് സൈഡിലോട്ട് എടുക്കാം, അല്ലേ ബാക്കി വരുന്നമാർ ഇടിച്ച് കയറ്റിക്കൊണ്ട് അങ്ങ് പോകും. നമുക്കിനി പെട്രോൾ അടിക്കുന്നിടത്തേക്ക് പോകാം. എനിക്കിപ്പോൾ ഹൈഡാക്കിയിട്ടേക്കുന്നതുകൊണ്ടൊന്നും കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ ആ പെട്രോൾ അടിക്കേണ്ട ആ പെട്ടിയിലേക്ക് കയറ്റി നിർത്താം. അപ്പോൾ ചേച്ചി അങ്ങോട്ട് അടിച്ചു തരും. ഓക്കെ, നമ്മൾ പെട്രോൾ അടിക്കേണ്ട സ്ഥലത്തേക്ക് നിർത്തി നമുക്ക് പെട്രോൾ അടിക്കാം. ചേച്ചി കിടക്കണം ഏതൊക്കെ ഭാഷ പറയുന്നത് നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കെന്തായാലും അതല്ല വിഷയം. നമുക്ക് പെട്രോൾ അടിച്ചേച്ച് നേരെ ഡ്രൈവിങ്ങിലോട്ട് പോകാം. ഇതായി വരാൻ കുറച്ച് സമയം. ചേച്ചി പെട്ടെന്ന് അടിക്കുക ചേച്ചി, ഒന്ന് നമുക്ക് പോകണം, ടൈമായി. ഗൈസ്, അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒരുത്തൻ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നു. നമ്മൾ നൈസായിട്ട് അതിന് ഇടയിൽ കൂടെ കയറി ഇങ്ങി വന്നു. നമുക്ക് നെക്സ്റ്റ് മാപ്പ് വരാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് മാപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ പാടമാണെന്ന് തോന്നുന്നു, വയലിലാണെന്ന് തോന്നുന്നു, രണ്ട് സൈഡിലും ഉണ്ട്. ഗൈസ്, പുറത്ത് മഴ ആയതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ചെറിയ എരപ്പൊക്കെ കേട്ടേക്കാം, അതിനൊക്കെ ക്ഷമിക്കുക. ഗൈസ്, അങ്ങനെ നേരെ വന്നപ്പോൾ ഉണ്ട് രണ്ട് ബസ്സുകാർ തമ്മിൽ റേസ് കളിക്കുന്നു. മാരാണെ കയറി പോത്തുമില്ല, കയറ്റി വിടത്തുമില്ല. ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ അപ്പുറത്ത് കാറും നിൽക്കുന്നു. ഗൈസ്, നമ്മൾ കുറേ ഹോൺ അടിച്ചപ്പോൾ ഈ മഞ്ഞ ബസ്സുകാർ നീല ബസ്സിനെ തോപ്പിച്ച് നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട്. ഗൈസ്, ഇപ്പം തോന്നുന്നു ഫ്രണ്ടിൽ കയറി വരണ്ടായിരുന്നെന്ന്. ഫ്രണ്ടിൽ കയറി വന്നപ്പോൾ ആ ഒരു പോലീസുകാർ പോന്നു. നമ്മളെന്തായാലും നൈസായിട്ട് ഇങ്ങി വന്നു ആ ബസ്സിൻ്റെ പുറകെ. ഇപ്പം ഞാൻ സംസാരിച്ച് വന്ന ആ ബസ്സിൻ്റെ പുറകെ കൊണ്ട് കയറ്റിയേനെ. ഇവനൊക്കെ എന്തോന്നടേ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്നാണ് ബ്രേക്ക് പിടിക്കുന്നത്. ഇവനൊക്കെ ആരാണോ ഡ്രൈവിങ് പഠിപ്പിച്ചത്? ഡ്രൈവിങ് പഠിപ്പിച്ചവനും കൊള്ളാം, ഡ്രൈവർ ആയവനും കൊള്ളാം. രണ്ടുപേരും ഒന്നിലൊന്ന് ബെസ്റ്റാ. എന്തായാലും നമുക്ക് വെച്ച് പിടിക്കാം, ജെറ്റ് പോകുന്നവണൊക്കെ അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പാട്ടിട്ട് പോവാം. ഇത്രയും നേരം സംസാരിച്ച് ഗൈസ് വണ്ടി ഓടിക്കാൻ ബോറായി. ഇനി നമുക്ക് എന്തായാലും പാട്ടിട്ട് പോവാം. ഈ പാട്ടിട്ട് നമ്മൾ നേരെ ഇങ്ങ് പോരുന്നു. വഴിയൊക്കെ അങ്ങ് തെറ്റിപ്പോയതാ, ഏതോ കുറ്റിക്കാട്ടിലൂടെ ഒക്കെ കയറിപ്പോയി. അത് നമുക്കതിന് തിരിച്ചിട്ട് നേരായ വഴി കൂടെ പോവാം. ഓക്കെ, നമ്മൾ അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ മാപ്പിൽ കാണിച്ചേക്കുന്ന വഴി കയറി പോവാം. പിന്നെ നമ്മൾ കുറേ മുമ്പോട്ട് വന്നപ്പോൾ ഉണ്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ട് പോകുന്നു. അവരെന്തായാലും നമ്മളെ കണ്ടില്ല. ഇന്ന് മൊത്തത്തിൽ നമ്മൾ രണ്ട് പോലീസുകാരനെ കണ്ടു, പക്ഷെ ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ട് ഫ്രണ്ടിലൊരു ബസ്സുകാരൻ പോകുന്നു. നമുക്കെന്തായാലും അവനെ ഓവർടേക്ക് ചെയ്യാം. അങ്ങനെ അവനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം.
ഓക്കെ ഗൈസ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഉണ്ട് സിഗ്നൽ. അവിടെ ആണെങ്കിൽ നമുക്ക് കയറി പോകാനും പറ്റത്തില്ല. 2 കാറുകാർ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടിട്ടേക്കുക. ആ നടുക്കൂടെ കയറി പോകാൻ പറ്റുമോ നോക്കട്ടെ. ഓ ഗൈസ്, പറ്റത്തില്ല. ഇനി സിഗ്നൽ ഗ്രീൻ ആവുന്നിടം വരെ നമുക്ക് ഇവിടെ കിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ സിഗ്നലൊക്കെ വീണ് നമ്മൾ ഇനി നേരെ പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ബസ്സിനെ അവിടെ തടഞ്ഞു നിർത്തിയ ആ കാറുകാരനെ ഓവർടേക്ക് ചെയ്തു. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ആ ചുമന്ന കാറുകാരനെയും കൂടെ എങ്ങനെയും ഓവർടേക്ക് ചെയ്യണം. അവനും കൂടെ അല്ലേ തടഞ്ഞു നിർത്തിയ. ഗൈസ് കയറി വരുന്നുണ്ട്. എനിക്ക് കയറി ആ പോസ്റ്റിൽ ചെന്നിരിക്കുക. അതുകൊണ്ട് നമുക്ക് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാം. ആ ഗൈസ്, അങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ ചെന്ന് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ കുറേ വന്നതിൻ്റെ അടുത്ത ലോഡിങ് മാപ്പായി. നമ്മൾ അടുത്ത മാപ്പിലോട്ട് കയറി. നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളു നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ട്. അങ്ങനെ ഇച്ചിരി വന്നപ്പോൾ ഉണ്ട് ഒരു സിഗ്നൽ. ഇപ്പോൾ അവൻ്റെ കൊട്ടയെ കയറി ഇടിച്ചേനെ. സോറി ഗൈസ്, കൊട്ടയല്ല, അവൻ്റെ വണ്ടി. ഗൈസ്, അപ്പുറത്ത് കിടന്ന വണ്ടികളെല്ലാം കയറിപ്പോയി. ഇവൻ മാത്രം കയറി പോകുന്നില്ല. നമുക്ക് എന്തായാലും റിവേഴ്സ് എടുത്തേച്ചൊന്ന് കയറിപ്പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിനകത്തോട്ട് കയറ്റണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആർച്ച് പുറത്തെ ആ സാധനമൊക്കെ കഴിഞ്ഞ് കയറി വന്നു. ഗൈസ്, ഇവിടെ ചെറിയൊരിത് അതിനകത്തൂടെ കയറി പോകണമെന്ന്. പക്ഷെ ഇവിടെ കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് നോക്കിയും കണ്ടും കയറിപ്പോയില്ല. സൈഡ് ഒക്കെ തട്ടുക, മിററൊക്കെ തട്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ അതൊക്കെ ശരിയാക്കി നമ്മൾ അതിനകത്തൂടെ കയറിയിട്ടുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.